ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു. പക്ഷേ ഇച്ചിരി സന്തോഷക്കുറവുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കുറേ പണി ചെയ്യണം എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോഴത്തേനും വേണ്ടേ മഴയോ മഴ രാവിലെ ഇന്നലെ രാത്രി പോലെ ഇങ്ങനെ ചാറി കിടക്കുകയാണ്. ഇന്ന് ഡിസംബർ 1 ആയിട്ട് ഇങ്ങനെ രാവിലെ ആയപ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. ഒരു 9:30-10 തുടങ്ങി അങ്ങനെ തകർത്ത് പെയ്യാൻ തുടങ്ങി. ഇപ്പം സമയം 12 മണിയായി കേട്ടോ. അപ്പോഴൊന്ന് ശകലം ശമിച്ച് നിൽപ്പുണ്ട്. എന്നാലും മൂടിക്കിട്ടി ഒരു എന്താ നമുക്കൊരു ആർക്കും ഒരു ഇഷ്ടമില്ലാത്ത ഒരു കാലാവസ്ഥയില്ല. ഇങ്ങനെ അണിഞ്ഞു മൂടിക്കിട്ടി ഇങ്ങനെ നിൽക്കുന്നത്. അത് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഇഷ്ടമില്ലാത്ത ഒരു കാലാവസ്ഥയാണ് ഈ ഒരു കാലാവസ്ഥ. അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഓരോ കാര്യത്തിൽ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇന്നലെ എൻ്റെ ചേച്ചിക്കുട്ടി എനിക്ക് എന്താ പറയുക, എനിക്ക് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ മേടിക്കാനായിട്ട് പൈസ തന്ന ഒരു ചേച്ചിക്കുട്ടി ഉണ്ട്. എൻ്റെ ഒരു ഒത്തിരി കണ്ണിലൂടിയായ എൻ്റെ ചങ്കായ ഒരു ചേച്ചിക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ചേച്ചിക്കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നാളെ എന്നാ ദിവസം എന്നറിയാമോ? ഡിസംബർ 1 അപ്പം ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ റെഡിയാക്കി ആ സിന്ധുവിൻ്റെ സിറ്റൗട്ടിൽ ഇങ്ങനെ പ്രകാശം പരത്തുമ്പോൾ എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും പ്രകാശം വരുന്ന മാതിരിയാകും. അതുകൊണ്ട് സിന്ധു അതൊക്കെ സെറ്റാക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അത് എടുത്ത് തരാമോ? പൊക്കത്തിൽ പെട്ടിക്കകത്ത് ബോക്സിനകത്താക്കി വെച്ചേക്കാണല്ലോ, എടുത്ത് തരാമോ? ഞാൻ കണ്ണനെയും ചിന്നെങ്ങനെ വിളിക്കാൻ എന്നിട്ട് ഞങ്ങൾ സെറ്റാക്കാൻ ചേട്ടായി എന്ന് പറഞ്ഞേ. അപ്പോൾ ചേട്ടായി പറഞ്ഞു, ഈ മഴയല്ലേ, തണുപ്പുമെല്ലാം അടിച്ച് അതെല്ലാം ഇതാവത്തില്ലേ, ഒരു കാര്യം ചെയ്ത് നമുക്കൊരു 5-6 ദിവസം കഴിയട്ടെ. ചിലപ്പോഴാണെങ്കിൽ ചൊവ്വാഴ്ച മഴയില്ലെങ്കിൽ നമ്മുടെ തറ ഇട്ടേക്കുന്ന ആ ഓടിന് പെയിൻ്റ് അടിക്കാൻ വരുമെന്ന് ചേട്ടായി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് അവരൊക്കെ കൂടെ വന്നിട്ട് പോയിട്ട് നമുക്കൊരു 10-ാം തീയതിയോടുകൂടിയൊക്കെ ചെയ്താൽ പോരെ, 10-15 ദിവസം ഇരുന്നാൽ പോരെ, അതല്ലേ ഭംഗി. അല്ലെങ്കിൽ അത് നശിച്ച് പോകത്തില്ല. ഒത്തിരി ദിവസം മുമ്പേ വെച്ചായിരുന്നു. അല്ല ഇന്ന് 1 തീയതിയായിട്ട് ഡിസംബർ 1 തീയതിയായിട്ട് പുൽക്കൂട് ഒരുക്കണമെന്നൊക്കെ ഇന്നലെ രാത്രി ഞാൻ മനക്കോട്ട കിട്ടിയായിരുന്നു കേട്ടോ എൻ്റെ ചേച്ചിക്കുട്ടിയുടെ വോയിസ് കേട്ടപ്പോൾ. പക്ഷെ പറ്റിയില്ല, കുഴപ്പമില്ല. അതെ വോൾട്ടേജ് മങ്ങുന്നുണ്ടോ? അവരുടെ മെഷീൻ ഓണാക്കി കണ്ടോ? അവരുടെ ആ മെഷീൻ ഓണാക്കുമ്പോഴത്തേനും ഇത് അതേന്ന് എൻ്റെ ഇൻഡക്ഷനും ഒക്കെ പോയി. വീണ്ടും ഇപ്പോൾ ഇൻഡക്ഷൻ അങ്ങനെ മിന്നുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല ഇങ്ങനെയാണ് എന്നെ ചെയ്യുമെന്ന്. ദൈവമേ, ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം പോകുന്നേ. അപ്പോഴത്തെ ഇപ്പോഴത്തേക്ക് വീട്ടുകാരുടെ എല്ലാം പോയി, മുകളിലത്തെ ചേച്ചിയുടെ ഒക്കെ പോയെന്ന് പറഞ്ഞു കേട്ടു. ഭയങ്കരമായിട്ട് ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. എൻ്റെ ദൈവമേ, ഒന്നും പോയേക്കരുത് ഈശ്വര. അപ്പം ഇപ്പോൾ കുറേ ദിവസമായി സൂസമ്മ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പോയിട്ട് വന്നപ്പം ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് അയ്യോ എനിക്ക് മുള്ളാൻ മുട്ടുന്നേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിക്കയറിക്ക് പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്രയും നേരം വണ്ടിയിലിരുന്നേ വരുന്നതല്ലേ. അപ്പം ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ ഒന്ന് കയറി വന്നേ, എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്, എത്ര ദിവസമായി മിണ്ടിയിട്ട്, വാ ഇങ്ങോട്ടൊന്ന് കയറി വാ, എന്തോ ഭയങ്കര സംഭവമായിട്ടുള്ള കപ്പളങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട്, അതിവിടെ വെച്ചിട്ടുണ്ട്, വായോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ എന്നാൽ കയറി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സൂസമ്മ ചേച്ചിയുടെ അടുത്തൊന്ന് കയറി പോയിട്ട് വരട്ടെ. കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഒതുക്കി, പെരയ്ക്കകത്തതൊക്കെ ചെയ്യാമെന്നൊക്കെ കുറച്ചൊക്കെ ഒതുക്കി. പക്ഷേ ഒരു നല്ല ഞാൻ എന്ന് ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ടേ നല്ല ഡ്രസ്സ് 5-6 കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകണം. പിന്നെ എന്നാ പറയുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഹാഡ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഓരോ ഭൂമിയിൽ ഓരോ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പീഡയും വേദനയൊക്കെ അല്ലേ. നമ്മുടെ ശരീരം നോക്കിയാൽ നമുക്ക് നിസ്സാരം ഒരു മുള്ളു കൊണ്ടാൽ അറിയാം നമ്മുടെ വിഷമം. ഞാൻ ഈടെ കണ്ട് കളവറിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈടെ അവിടെ ചെന്ന് ചെയ്തപ്പോൾ കണ്ടു ഇവിടെ എവിടെയോ ഒരു മുള്ളു എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് വന്നിട്ട് എടുത്ത് കൊണ്ടുവന്നു. പിന്നെ അത് എവിടെയൊന്ന് മറന്നു പോയി കേട്ടോ. അത് തന്നെ പോയെന്ന് തോന്നുന്നു, പാത്രമൊക്കെ കഴിയിപ്പം കണ്ട്. അപ്പം എന്താ പറയുക, നമ്മുടെ കയ്യിലൊക്കെ ഒരു മുള്ളു കൊണ്ടാൽ തന്നെ നമുക്കറിയാം നമുക്ക് വേദനയും അവസ്ഥയും കാര്യങ്ങളും അല്ലേ. അങ്ങനെ ഉള്ളിടത്ത് ഇങ്ങനെ സ്വന്തം നമ്മളെ സംരക്ഷിക്കേണ്ട ആൾ, നമ്മളെ ചേർത്ത് പിടിക്കേണ്ട ആൾ തന്നെ ദ്രോഹിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കേ എൻ്റെ പൊന്ന് ദൈവമേ. ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അറിവിൻ്റെ ഇതായിട്ടെല്ലാം എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന സഹായങ്ങളൊക്കെ. പൈസ കൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൈസയുടെ ആവശ്യമില്ലതാണോ പിള്ളേർക്ക്, അവർക്ക് മനസ്സിന് സമാധാനവും ഒക്കെ കിട്ടിയാൽ മതി. അപ്പം ആ ഒരു മോളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോളെ നിനക്ക് വിദ്യാഭ്യാസം കൊണ്ട് നല്ല ഇതുകൊണ്ട് സാമ്പത്തികമുണ്ട്, നീ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ജീവിക്കാന്നുണ്ട്. ഇങ്ങനെ എന്തിനാ എന്നാ ഇവനൊക്കെ പറയുന്നത്, നരദാമനോ എന്നതാ ഇതിനൊക്കെ പറയുന്ന പേര്, ഇവനൊക്കെ പറയാൻ പേരുകളില്ല അല്ലേ. അപ്പം അങ്ങനെയൊക്കെ പോയി രക്ഷപ്പെടാനൊക്കെ ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുഞ്ഞ് ആ വഴിയൊക്കെ നോക്കുന്നുണ്ട്. കാരണം ജീവിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കണം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചേക്കണം. അതല്ലേ അതിൻ്റെ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം. എൻ്റെ ദൈവമേ, അല്ലാണ്ട് പച്ച ശരീരം കുത്തിപ്പറിച്ച് വെട്ടിഞ്ഞുറുക്കുന്ന അല്ലെങ്കിൽ പിച്ചി മാന്തുന്ന ഒക്കെ കൂടെ ജീവിക്കുന്ന എന്തൊരു ജീവിതം. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അല്ലാണ്ട് അധികം ഒത്തിരി പേര് മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒത്തിരി താങ്ക്സ്. എനിക്ക് ഒത്തിരി അറിവുകൾ അതിൽ നിന്ന് പറഞ്ഞ് തന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ആ മോക്കൊക്കെ ചില
മെസ്സേജൊക്കെ ഞാൻ ആ മോൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കേട്ട് കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഉള്ളിൽ ബോധം വന്നിട്ട് പ്രവർത്തിക്കേണ്ട സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അവരുടേതായ ഒരു വഴി സെറ്റാക്കട്ടെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ എന്നാ, പിന്നെ ഇനി വന്നിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരിക്കും. ഇതിനകത്ത് ഇടഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ചേട്ടായും കാണും. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ എടുത്ത് വെക്കുന്ന വീഡിയോകൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. ചേട്ടനെ നമുക്ക് ഇടയ്ക്കൊന്ന് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ട് വേണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരിക്കും. നിങ്ങളാരും മിസ് ചെയ്യാണ്ട് കൂടി പോയി കണ്ടോ. ചേച്ചിയുടെ അവിടെ കയറി വന്നു. ഇവർ ഭയങ്കര വെയിലത്ത് കാപ്പിക്കറി കടക്കാനിട്ട് അതപ്പോൾ അരിപ്പ് അത് വാവൽ നിന്നിട്ട് ചപ്പി ഇടുന്ന കേട്ടോ. അത് മൊത്തം പിറക്കിയതല്ലേ മൊത്തം. എൻ്റെ ഫോണിന് വീണ്ടും തുടങ്ങിയല്ലോ. ഫോണേ മിന്നലും ഉണക്ക് വരും. അപ്പോൾ മഴയൊക്കെ ഒന്ന് ചാറിൽ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. അയ്യോ എന്നോ പെയ്ത്തായിരുന്നല്ലേ. അതെ, എന്നാ ഫ്രൂട്ട്? പാഷൻ ഫ്രൂട്ടോ? എന്തി? ആ 2 തന്നെ തന്നേരം എനിക്ക്. ശല്യത്തിന് വേലി കെട്ടി വെച്ചേക്കുന്ന കേട്ടോ. ഭയങ്കര ബുദ്ധിയാണ്. ഇത് കണ്ടോ, കുഞ്ഞൊരു പൈപ്പ് എടുത്ത് ഇങ്ങനെ താഴെ മണ്ണിനകത്ത് കുഴിച്ചിട്ടു. എന്നിട്ട് അത് കമ്പി കെട്ടി വെച്ചിട്ട് ആ കമ്പിയൊക്കെ പൊക്കിയിട്ട് അപ്പുറത്തോട്ട് കിടക്കണം. അത് കഴിയുമ്പോൾ കമ്പിയെ ഇങ്ങനെ താത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെക്കണം. ആ പഞ്ചേട്ടൻ വന്നിട്ട് കേട്ടോ ചോറിനാൻ വേണ്ടി. പഞ്ചേട്ടനെ താഴെയൊക്കെ പോയി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നാണ്. പ്രാഷൻ ഫ്രൂട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കപ്പളങ്ങാപ്പഴം തിന്നു. നല്ല സൂപ്പർ കപ്പളങ്ങാപ്പഴം വരുന്നത് തിന്നു. പ്രാഷൻ ഫ്രൂട്ട് ഇല്ലേ? താഴെ നിന്നാണ് വരുന്നേ. അതെ, കുറുവസംഘത്തെ കുറിച്ച് പറയാണ് കേട്ടോ. കുറുവസംഘത്തെ കുറിച്ച് പറഞ്ഞിട്ട് മാലയും വളയെല്ലാം ഊരി മാറ്റി വെച്ച് എന്നിട്ട് പണ്ട് പൊട്ടമാലയൊക്കെ എടുത്തോണ്ടിട്ട് നിൽക്കും. അത് അല്ല, കുറുവസംഘത്തിന് അറിയാലോ അത് പൊട്ടമാല. അത് ആദ്യമേ കഴുത്താൻ പിടിച്ച് ഞെക്കി കൊല്ലും. അന്നേരം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, പ്രായമായവരെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആ മാലയും ഊരി തന്നേക്കാൻ പറയുന്നത്. അപ്പൊ ഞാൻ മാലയും കമ്മലും വളയൊക്കെ ഊരി കൊടുക്കുന്നു. ആര് പറഞ്ഞു കൊല്ലം തിരുന്ന് അടിക്കുകയോ കൊല്ലുകയൊക്കെ ചെയ്യും. ആണോ? വലിയ വീട് തപ്പി എന്റെ വീട്ടിലോട്ട് വരുന്നതാണ്. അപ്പൊ ഞാൻ പറയാം, ആ മോളി ഒരു കളവനും കളയും തന്നെ ഉണ്ട്. അവിടെ ആണെങ്കിൽ കാഴ്ച കൊണ്ടുപോക്കോളെ. ദൈവത്തിനറിയാം. ഏതായാലും എന്നാലും കറുവായിട്ടും പേടിക്കേണ്ട കാലമായെന്ന് പറഞ്ഞാൽ മതിയല്ലേ. ഇത് കണ്ടോ, കുഴി വെള്ളം പൊങ്ങിയേക്കുന്നുണ്ടോ? മഴയുടെ ആണേ. ആറ്റി വെള്ളം പോകുമ്പം ഇവിടെ ഈ കുഴിക്കകത്ത് വെള്ളം പൊങ്ങി വരും. ഇവിടെ നിന്നൊന്നും ഒഴിച്ചാടുന്നൊന്നുമല്ല കണ്ടോ. ഇതൊന്നും ഒഴിച്ചാടുന്നല്ല, കുഴിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. ഇത് കാണുമ്പോൾ പേടിയാട്ടോ സത്യം പറഞ്ഞാൽ. എന്നാന്നറിയോ, ഈ ഉരുളുപൊട്ടലൊക്കെ വന്നേ പിന്നെ ഇതെന്നാ സംഭവം എന്നറിയോ, കാപ്പിക്കുരു പഴുത്തത് വവ്വല് തിന്നും. ഇത് കണ്ടോ, ഇതൊക്കെ പച്ചയാണ്, പറിക്കാറായിട്ട് പോലും ഇല്ല. പക്ഷെ പഴുത്തത് ഇടയ്ക്ക് ഓരോന്ന് പഴുത്തത് വവ്വല് തിന്നും. അതിന് പിറക്കാൻ എളുപ്പത്തിന്. കണ്ടോ, ഇങ്ങനെ ബുദ്ധിമാന്മാരാണ് കേട്ടോ രണ്ടെണ്ണം. ഒന്നും പറയണ്ട. ഇനി തെറിച്ച് കിടക്കും. അതുകൊണ്ടോ വഴിയൊക്കെ മഴ പെയ്തപ്പോൾ ഇങ്ങനെ പായലും കൂടെ ഉള്ളതുകൊണ്ട് തെറിച്ച് കിടക്കുക. പേടിയാവും ഇറങ്ങി പോകാനായിട്ട്. പക്ഷേ നമുക്ക് പോയില്ല പറ്റത്തുള്ളൂ. ഇവിടെയും പ്രാവശ്യം കൂടെ കിടക്കുന്നു. ഇവരൊന്നും പ്രാവശ്യം ഉണ്ടെങ്കിൽ ആർക്കും ഒരു മീച്ചവും ഇല്ല കേട്ടോ. ഇല്ലാത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പിള്ളേർക്ക് അവൾ പൊട്ടിച്ചു കൊടുക്കാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. പിള്ളേർക്ക് ഇഷ്ടമായിരുന്നു നേരത്തെയൊക്കെ പണ്ടൊക്കെ. എൻ്റെ ഫോണിന് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെട്ടലും മിന്നലും ഒക്കെ. ഇടയ്ക്കിടയ്ക്ക് മിന്നുന്ന കാണുമ്പോൾ നിങ്ങൾ അതാണെന്ന് ഓർത്താൽ മതി. കപ്പളങ്ങ അവിടെ പഴുത്ത് കിടപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് വേണ്ട. അപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് കഴിച്ച് നല്ല അടിപൊളി കപ്പളങ്ങാപ്പഴം തിന്നു. എന്നാണ്ടൊക്കെ സൗണ്ട് കേൾക്കുന്നു. അയ്യോ, നമ്മുടെ കോഴിക്കൂട്ടിൽ നിന്നാണ് തോന്നുന്നുണ്ട്. കോഴികൾ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. എൻ്റെ അനക്കം കേട്ടിട്ടായിരിക്കും. അങ്ങനെ സൂസമ്മ ചേച്ചിയുടെ അടുത്ത് പോയി പാഷൻ പൂട്ടൊക്കെ കിട്ടി നമ്മുടെ വീട്ടിലെത്താറായി കേട്ടോ. മഴയും പിടിച്ചു വരുത്തി ഇറങ്ങി നടക്കുന്നുണ്ട്. എല്ലായിടത്തും പനിയാണ് എല്ലാറ്റിനും. പനിയാണ് കിട്ടട്ടെ. ഞാൻ ആ പയറും കൂടെ പറിച്ചെടുക്കും. മഴ ചാറിക്കൊണ്ട് നിൽപ്പുണ്ട്. വേണമെങ്കിൽ പയർ പറിച്ചെടുക്കുവാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം. അല്ലാതെ മൂത്ത് വെറുതെ പോകും. അതിലൊക്കെ കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ അപ്പുറത്ത് അവർ നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് കുമാരിയമ്മയൊക്കെ പണിയുന്നുണ്ടോ? ഉണ്ടോ? പയറും പറിച്ചെടുത്തു കേട്ടോ. കുറേ പയറുണ്ട് കേട്ടോ. 2 തോരൻ വെക്കാനുള്ള പയറുണ്ട് കണ്ടോ. അപ്പോൾ വേണേൽ നമുക്ക് ഇച്ചിരി തോരൻ വെക്കാം. വേണം ഇച്ചിരി കുമാരി ചേച്ചിക്കും കൊടുക്കാം. അവർക്ക് സജിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കൊടുത്തു വിടാം. ഒരപ്പുറത്ത് പണിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ആഹാരം എന്നാണെന്നറിയോ, ഉച്ചയ്ക്കത്തെ ലഞ്ചാണ് കേട്ടോ. രാവിലെ ഓട്സാണ് കഴിച്ചത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി പൊറോട്ടയും
ഇത് സാമ്പാർ എന്നെ സുന്ദരം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനിപ്പോൾ സാമ്പാർ പൊടി മേടിക്കാറില്ല, നമ്മളെ തന്നെ മസാലകളൊക്കെ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്. അതാണ് കളറിനൊക്കെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇച്ചിരി കുറുകിപ്പോയി, പരിപ്പിച്ചിരി കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, ശകലം കുറുകിപ്പോയി. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ചേട്ടായി പറഞ്ഞു, അതുകൊണ്ട് ഒരു സമാധാനം. പിന്നെ ചിക്കൻ കറി. അപ്പോൾ സൂസമ്മ ചേച്ചിയുടെ അടുത്തൊക്കെ പോയിട്ട് ഇറങ്ങി വന്നു. 12:15 കയറിപ്പോയതാണ്. 1:45 ഇറങ്ങി വന്നപ്പം. പിന്നെ പയറൊക്കെ പറിച്ച് കുമാരി ചേച്ചിക്ക് ഒരു കൂടിനകത്തൊക്കെ ഇട്ടെടുത്ത് അവിടെ വെച്ചു. എന്നിട്ട് പൊറോട്ട ഉണ്ടാക്കി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെള്ളം നല്ല ടേസ്റ്റ്. ഇന്നത്തെ വെള്ളത്തിന് ഇപ്പോൾ ദാശിനി കഴിഞ്ഞു പോയി, സത്യം പറയാമല്ലോ. അപ്പോൾ ഇപ്പം 3-4 ദിവസമായിട്ട് വെറൈറ്റി സംഭവങ്ങളായിരുന്നേ. അല്ലെങ്കിൽ ഞാൻ ഓർക്കുമോ എന്നും അത് തന്നെ അങ്ങിടാന്ന് വിചാരിക്കും. ദാശിനി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വേണ്ട പുതിന ഇല, തുളസി ഇല, പനിക്കൂർക്കയില. ഇന്നാണെങ്കിൽ ഇട്ടേക്കുന്നത് എന്നാണെന്നറിയോ, ഇന്ന് മഴയല്ലേ, അപ്പം മുറ്റത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ടൊരു മടിയായി. ഈ ഇലകളൊക്കെ പറിക്കണമെങ്കിലും മുറ്റത്ത് ഇറങ്ങണം കേട്ടോ. അപ്പോൾ മടിയായപ്പോഴത്തേനും 2 ഗ്രാമ്പ് കിട്ടും. നല്ലൊരു ഫ്രഷ് ടേസ്റ്റ്, നല്ല അടിപൊളി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് പൊറോട്ട കഴിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നുന്നുണ്ട് ചേട്ടായി എന്ന് പറഞ്ഞപ്പം അതിന് പൊറോട്ട മേടിച്ച് തരാമല്ലോ എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് ഈ മറ്റേ പാക്കറ്റ് പൊറോട്ടയാണ് കേട്ടോ, നമ്മൾ തന്നെ അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ. അതാണിത്. പിന്നെ ചിക്കൻ കറി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയുടെ നല്ല അടിപൊളി പീസസ്, നല്ല എന്നാ പറഞ്ഞാൽ എല്ലൊന്നും ഇല്ലാത്ത, എനിക്ക് എല്ലാം ഇഷ്ടമില്ല. എല്ലാവർക്കും കോഴിക്കാല് ഇഷ്ടമല്ല, എനിക്കിഷ്ടമില്ല. എനിക്ക് നിങ്ങളെന്നെ കളിയാക്കും ഇഷ്ടമുള്ള എവിടോ അതൊക്കെ പറഞ്ഞാൽ കഴുത്തിൻ്റെ അടുത്ത് തൊണ്ടയുടെ അടുത്ത് എല്ല്, അതൊക്കെ എനിക്കിഷ്ടം. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. പറഞ്ഞ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. പാൽക്കായമാണ് ചേർത്തത്. അതുപോലെ തന്നെ ഞാൻ തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കി നോക്കിയത് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ മേടിക്കുന്നതിനകത്ത് എല്ലാം ഒത്തിരി കെമിക്കൽസാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുക. നമുക്ക് ആരെയും ബോധിപ്പിക്കണ്ടല്ലോ, നമ്മൾ ചേട്ടായിന് മാത്രം മതി, ചേട്ടായി ഒന്നും പറയത്തില്ല. അപ്പം ചേട്ടായിക്കും താല്പര്യം അതാണ്. അതുകൊണ്ട് ഇപ്പം നെഞ്ചരിച്ചിരി ചേട്ടായിക്കും കുറവുണ്ട്, എനിക്കും കുറവുണ്ട്. ആരാണെന്ന് അറിയത്തില്ല, വന്ന് കൊട്ടുന്നു. അപ്പോൾ കണ്ണൻ വന്നതാണ് കേട്ടോ. കണ്ണൻ സജിക്ക് ചോറ് കൊടുക്കാൻ വന്നിട്ടേ തിരിച്ച് കയറി പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ പയറെടുക്കാനായിട്ട് കയറി വന്നതാണ്. പോയി, അവൻ കയറിയില്ല, മഴ നനഞ്ഞായതുകൊണ്ട് ഞാൻ കയറുന്നില്ല, ആൻറ്റി കഴിച്ചോന്ന് കൊണ്ടുപോയി. ഇപ്പോഴാണോ കഴിക്കുന്നതെന്ന് കയറിപ്പോയി കേട്ടോ. അപ്പം ചേട്ടായിക്കും ഭയങ്കര നെഞ്ചരിച്ചിലായിരുന്നേ, എനിക്കും നെഞ്ചരിച്ചിലായിരുന്നു. നമ്മുടെ മസാലകളുടെയാണ്, ഈ മേടിക്കുന്ന മസാലകളില്ലേ, അത് ഭയങ്കരമായിട്ട് നമുക്ക് നെഞ്ചരിയും. ആ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നമ്മുടെ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ എന്നാ മല്ലി ഇല്ലാത്ത വീടുണ്ടായിരുന്നോ, മല്ലിയിട്ട് വെള്ളം തിളപ്പിക്കും, പിന്നെ മല്ലി പൊടിച്ചും അരച്ചും ഉരലിട്ട് ഇടിച്ചും ഒക്കെ ആയിരുന്നു മല്ലി മുളകൊക്കെ അരച്ച് നമ്മുടെ വീട്ടിൽ കറി വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടേസ്റ്റും ഉണ്ടായിരുന്നു, നമുക്കാർക്കും അസുഖങ്ങളും ഇല്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ മേടിക്കുന്നു, പാക്കറ്റ് പൊട്ടിക്കുന്നു, ഇടുന്നു, എല്ലാം നമ്മൾ തന്നെ ഒരു പരിധി വരെ വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നിയന്ത്രിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ എല്ലാം ഒന്ന് പരീക്ഷണങ്ങൾ നടത്തി നോക്കുവാണ് കേട്ടോ. കുഴപ്പമില്ല. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാവേ. ഒരാൾ ചട്ടിക്കഞ്ഞിയാണ്, ചട്ടിച്ചോറെന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ ഏടായി? ചട്ടിക്കഞ്ഞിന്ന് ആദ്യമായിട്ട് കേൾക്കും അല്ലേ? കഞ്ഞി, ചാറ്, ഉള്ളിയും കാന്താരി കണ്ടിരിക്കുന്നത്. ഇച്ചിരി തൈരോട് ചോദിച്ചാൽ സൂപ്പറാണ്. പക്ഷെ രാത്രി ആയതുകൊണ്ട് തൈര് കൊടുത്തില്ല. അപ്പൊ സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് സാറിന് തട്ടുന്നുണ്ട് കേട്ടോ. ഒരു കാന്താരി ഇങ്ങനെ എടുക്കുക. ഇത് നല്ല എന്നാ പറയുന്നത്, രുചികരമായ ഭക്ഷണം അല്ലേ ഏട്ടായി? തൃപ്തികരമായ ഭക്ഷണം അല്ലേ? കാന്താരിയോ? ഞാൻ കാന്താരിയോ, പക്ഷേ സൂപ്പർ നല്ല അൾസറുള്ളവർ പറ്റരുത്. ബി പിക്കും പിന്നെ കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ്. അതെ, 2 ദിവസം ഉണ്ടല്ലോ നല്ല ചൈതന്യയുടെ അരിയിട്ട് ചോറ് വെച്ചിട്ട് വെന്തില്ലേ, ഇത് എന്നതാ റൈസ് കുക്കറിൽ വെച്ചിട്ടാ, ഇത് വേകുന്നില്ല അതുകൊണ്ട് മൂട്ടം പട. എന്നിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടുണ്ടോ പിന്നെ അത് വെച്ച് ഞെരടി തിന്നാൻ രണ്ട് പോയി കളയും. ഞാൻ ഓർത്ത് ഇന്നൊരു 10 വിസിലടുപ്പിച്ച് അങ്ങോട്ട് കഞ്ഞിയാക്കി വെച്ചേക്കാതെ. നല്ല കുത്തരി കഞ്ഞി, നല്ല സൂപ്പർ കഞ്ഞി. അത് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ തൃപ്തി. കാന്താരി, നല്ല ചെറുപയർ വരും, ഇന്ന് തൃപ്തിയായി. അച്ചാർ, എന്താ ദൈവമേ, അച്ചാർ ഇച്ചിരി എങ്ങനെ ഇടുക?
അപ്പം അവൻ കഞ്ഞി കുടിക്കുന്നല്ല കേട്ടോ. അപ്പം വേണ്ടേ ഞാനും കഞ്ഞി എടുത്തോട്ട് ഞാനങ്ങനെ കഴിഞ്ഞിട്ട് ഇതാണ് ശരിക്കുള്ള കഞ്ഞി. ഒരു 5-6 വന്നിട്ട് കുറേ ഏറെ കഞ്ഞിവെള്ളം ഒഴിച്ചു. കഞ്ഞിവെള്ളം ചീത്ത കേട്ടോ. ഇപ്പം എനിക്ക് കൊളസ്ട്രോളൊന്നുമില്ല. ഈ തലയൊക്കെ ഒരുമാതിരി ഇരിക്കുന്നല്ലേ. വന്ന് കുളിച്ച് ഉണ്ടാക്കിയതുള്ളൂ. ഞാൻ പോയിട്ട് വന്ന് വീഡിയോ എടുത്തിട്ട് വന്നപ്പോഴത്തേനുണ്ടല്ലോ ഉള്ളിയും മൂത്ത തിന്ന് തീർത്ത് കാന്താരി. ഈ പിഞ്ചു കാന്താരി ഞാൻ പിഞ്ചു കാന്താരി ഞാൻ എനിക്ക് കുറച്ചുകൂടെ വന്നാൽ ഇതിനൊന്നും വരികയാണല്ലോ നോക്കേ. കാന്താരി ചെറുത് മതി. നാക്ക് തുളഞ്ഞു പോകും കേട്ടോ. കാന്താരി ചെറുത് മതി. എന്തിനാ മൂടി കുടിക്കണമെന്നൊരു പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതെ അതെ. അപ്പൊ നല്ല ഉള്ളിയാണ്. അപ്പൊ ഇനിയിപ്പം ഈ രാവിലെ പഴങ്കഞ്ഞി കഴിക്കുന്നവര് ഈ കാന്താരി ഇടുക. 2-3 കാന്താരിയും ഉള്ളിയും കൂടെ ചതച്ച് തേങ്ങ ഒഴിച്ചങ്ങ് വെക്കുക. സൂപ്പറാ. തലേദിവസം രാവിലെ കുടിച്ചോണ്ടല്ലോ. നേരം എടുത്ത് അടിച്ചു. ഒരു പ്രശ്നവും ഇല്ല. നല്ല സൂപ്പർ സാധനം. ഉള്ളിയുണ്ട് ഇതിനകത്ത്, കാന്താരി ഉണ്ട്. അപ്പൊ ഞാൻ ഉള്ളിയും കാന്താരിയൊക്കെ പൊട്ടിച്ചുണ്ട്. പിന്നെ ഇതെന്നാന്നറിയോ ഒരു സംഭവം, ചേട്ടായി കഴിച്ചിട്ട് അതിരിക്കുകയാണ്. കഞ്ഞിയുടെ കൂടെ കഴിക്കത്തില്ല, അല്ലാണ്ട് സ്പെഷ്യലായിട്ട് 2 മുട്ട പൊരിച്ചും കൂടെ കഴിച്ചു. എന്നെങ്കിലും ഇതായിട്ട് വേണം. പിന്നെ പപ്പടം, പിന്നെ നാരങ്ങാച്ചാറ്. കഞ്ഞിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ നാരങ്ങാച്ചാറ്. ഇട്ടോ വേണോ? നമ്മുടെ നാരങ്ങാച്ചാറ് കഴിഞ്ഞു. നാരങ്ങ ഇരിപ്പുണ്ട്. ഇച്ചിരി ഈന്തപ്പഴം വിളിച്ചിട്ട് വന്നേ. ബാക്കി എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഇച്ചിരി ഇട്ട് വെക്കാം. കഴിഞ്ഞു ഇനി ഇച്ചിരി ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കഞ്ഞി കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ മൺചട്ടിക്കകത്ത് കഞ്ഞി കുടിക്കാനൊക്കെ ഒരു 2 ചട്ടിയേ ഉള്ളൂ. നമുക്ക് മാറി മാറി കഴിക്കാം. എല്ലാവരും പോലും എന്നും ചേട്ടായി വിളിക്കുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും. വായോ കഞ്ഞി വരാം, അത് തരാം വിളിച്ചായിരുന്നു തന്നെ. ഇവയെ കുഴപ്പമില്ല. കണ്ടോ അതെ. പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചെടുത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ അവിടെ വേറൊരു സ്ഥലത്താ. അയ്യോ എന്നെ രൂപ എന്ന് പറഞ്ഞു. ബ്രില്ലിയാമോള് കേട്ടോ, നമ്മുടെ കൊട്ടാരക്കരയിലെ കൊച്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. ഭയങ്കര മഞ്ഞ് വീണോണ്ടിരിക്കുക. മഞ്ഞ് വീണോണ്ടിരുന്നിട്ട് നടക്കാൻ പോയി പറ്റില്ല. നടന്നു കഴിഞ്ഞാൽ തെറ്റി വീഴും. അയ്യോ, അതുകൊണ്ട് ഇന്ന് നമുക്ക് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കടയിരിക്കുമ്പം എന്നെ വിളിച്ചായിരുന്നു. കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞപ്പം കടയിൽ ഇരുന്ന് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. വയലറ്റ് ബ്ലോഗ്സ് കേട്ടോ, നമ്മുടെ ജ്യോതിയുടെ എന്നിട്ട് ഞാൻ പറഞ്ഞു മോളെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. അത് ശരി, എന്നെ വിളിച്ചിട്ടുണ്ടോ? എന്നിട്ട് നമുക്ക് രാത്രി വിളിക്കാം. ഞാൻ കോൾ എടുക്കാത്തോണ്ടേ പിന്നെ സിന്ധുമേ എന്നെ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്ത എന്നാ പറ്റിയെന്ന് ചോദിച്ചു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം കോൾ വിളിച്ചു, ഞാൻ എടുത്തില്ല. രണ്ടാമത് പിന്നെ വിളിക്കുമ്പോഴേ എടുത്തേ. പപ്പ എന്നെ എടുക്കാൻ ഞാൻ ചോദിച്ചു. ഒരുപാട് വരുവൊക്കെ പറഞ്ഞു. എടുത്തില്ല. ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ചോറിനാൾ പോവല്ലേ, ഇങ്ങനെ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞു. നല്ല പിള്ളേർ കേട്ടോ. ഇതൊക്കെയാ മക്കൾ. അപ്പം ബ്രില്ലിയാമോള് വിളിച്ച കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനിടെ ഒരു കോൾ വന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെയും കട്ടാക്കി. അയ്യോ, തോർത്ത് പോലും തലേന്ന് മാറ്റിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ആഹാരമൊക്കെ ഇഷ്ടപ്പെട്ടു, തൃപ്തിയായി അല്ലേ? കഞ്ഞി നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്ക് കഞ്ഞി എനിക്ക് വൈകിട്ട് കഞ്ഞി മതി. കഞ്ഞി ആണെങ്കിലും മതി. ഇച്ചിരി കഞ്ഞിവെള്ളം കൂടെ കുടിക്കുമ്പോൾ ഓക്കെ ആവും. അതെ. അപ്പോൾ എനിക്ക് നാളെ ഒരു യാത്രയുണ്ട്. എവിടെ എന്നാന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പം കഴിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം. മതിയോ? ഇച്ചിരി വേണം. എനിക്ക് മതി. അയ്യോ, നല്ല മൺചട്ടിയിലെ കഞ്ഞി. ഇത് നമുക്കൊരു അപ്പച്ചൻ ഗിഫ്റ്റ് തന്നു അല്ലേ ഏട്ടായി? ഈ ചട്ടി നമ്മൾ അന്ന് മേടിച്ചൊക്കെ ചട്ടിയൊക്കെ മേടിക്കാൻ ചെന്നപ്പോ നമ്മുടെ ആരുമല്ല. അതെ, നമ്മൾ ഇന്ന് പുള്ളി ഞാനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ കുറേ സാധനം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. മുന്ത ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നു. ഞാൻ പൈസ വെച്ചോ? ഞാൻ ഒരു 10,000 രൂപ കൊടുത്തു. എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പൈസ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വേണ്ട. നിങ്ങളെ കണ്ടപ്പം എനിക്കൊരു തരണം തോന്നി. നമ്മുടെ വീഡിയോ ഉണ്ട് അതിനകത്ത്. നമുക്ക് പഴയ ഒരു വീഡിയോ ഉണ്ട്, നമ്മളവിടെ ചൂടെ കൊണ്ടുപോയതൊക്കെ ഒരു വീഡിയോ ഉണ്ട്. അപ്പം നമ്മളെ അതുപോലെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ സന്തോഷം. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. സന്തോഷം. നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നു. പിന്നെ പലതുള്ളി പെരുവെള്ളം, ഒരുപാട് കള്ളക്കഥകളും കാര്യങ്ങളൊക്കെ, അത് നമുക്ക് നെവർ മൈൻഡ്. നമ്മൾ താടി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അതിനകത്ത് എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടനോട് ഒന്ന് ഇടിച്ചു പിടിച്ചേരാം. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നുണ്ട്. എല്ലാവർക്കും ടാറ്റാ.